ഇത് ഞാൻ ഡിഗ്രി പഠിച്ച കോളേജ്, കറക്റ്റ് പറഞ്ഞാൽ പട്ടാമ്പി SNGS കോളേജ്. ഇവിടെ 3 ദിവസമായിട്ട് കാർണിവൽ നടക്കുകയാണ് കേട്ടോ. വരണോ വരണ്ടേ എന്ന് കുറേ ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും കാണാമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് വരാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. വരണമെന്ന് ആഗ്രഹം ഉണ്ട് താനും, എന്നാൽ കൂടെ വരാൻ ആരുമില്ല. അതുകൊണ്ടാണ് പലവട്ടം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അബി ട്രെയിനിൽ ഉണ്ടാവുമെന്ന് കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ആളുണ്ടല്ലോ അങ്ങോട്ട് വരാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ പട്ടാമ്പിക്ക് ട്രെയിൻ കയറി. അപ്പം തൊട്ട് പിന്നെ കോളേജിൽ എല്ലാവരും കണ്ടതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ സന്തോഷമാണോ എന്തോ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നേ പോയി. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഡേ സ്കോളർ ആയതുകൊണ്ട് തന്നെ കോളേജിൽ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഉള്ള ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും അവിടെ അങ്ങനത്തെ കുറച്ച് മെമ്മറീസെങ്കിലും ഉണ്ട്. അവിടെ പോയപ്പോൾ എന്തൊക്കെയോ കുഞ്ഞു ഓർമ്മകളും എന്തോ ഒരു കുഞ്ഞു സന്തോഷമൊക്കെ തോന്നി. എല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് ആ ടൈമൊക്കെ അത്രയും അടിപൊളിയായിരുന്നു എന്ന്. കുറച്ച് പേരെ അന്ന് വന്നിട്ടുള്ളായിരുന്നെങ്കിലും ആ കുറച്ച് പേര് കൂടെ നിന്ന കുറച്ച് ടൈം അത്രയും നല്ല മൊമെൻറ്റ്സാണ് സമ്മാനിച്ചത്. പിന്നെ അവിടെ തന്നെ പഠിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. ജൂനിയേഴ്സിനെ കണ്ടു, പിന്നെ സീനിയേഴ്സ്, എനിക്ക് കണ്ടു മാത്രം പരിചയമുള്ള കുറേ ആൾക്കാരെ വീണ്ടും കണ്ടു. മൊത്തത്തിൽ പറഞ്ഞാൽ ചിരിച്ച് കവിള് വരെ വേദനയായ ഒരു ദിവസമായിരുന്നു. അന്ന് സമയത്തിനൊക്കെ ഭയങ്കര സ്പീഡ് കിട്ടും, അല്ലെങ്കിൽ വാച്ച് തിരിച്ചു വെച്ചാലും കൂടി സമയം സ്പീഡ് പോകില്ല. വിശപ്പിൻ്റെ വില വന്നപ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വരെ നേരമായി ഞങ്ങൾ ഓർത്തത്. അപ്പം പിന്നെ അവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ എല്ലാവരും കൂടി മന്തി അങ്ങോട്ട് കഴിച്ചു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒരു 1.5 കാത്തിരിപ്പായിരുന്നു കേട്ടോ. കുറേ നേരമായി ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ഓൾറെഡി നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും ആളുണ്ടായിരുന്നു, ഒരു 8-10 ആളാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പം അത്രയും ആൾക്കുള്ള ഫുഡും കിട്ടണം. അങ്ങനെ കുറേ നേരം കാത്തിരുന്നിട്ടാണ് ഞങ്ങൾക്കുള്ള ഫുഡ് എത്തിയത്. ഫുഡ് കഴിച്ച് കഴിയാനും ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു. വേറെ ഫുള്ളായിട്ട് പിന്നെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് തിരിച്ച് കോളേജിലെത്തിയത്. അവിടെ എത്തിയിട്ട് പിന്നെ ആകെ ഫോട്ടോഷൂട്ടായിരുന്നു. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ സമയം അങ്ങോട്ട് ഓടിപ്പോയി. പെട്ടെന്ന് അങ്ങോട്ട് വൈകുന്നേരമായി. 4:30 ട്രെയിന്. അങ്ങനെ 4 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പരിപാടിക്ക് വന്നിട്ട് പരിപാടി കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പരിപാടി മാത്രം കണ്ടില്ല, ബാക്കിയെല്ലാം നടത്തി. ഞങ്ങൾ കമ്പനി അടിച്ചിരുന്നത് നേരം പോയത് മാത്രം അറിഞ്ഞിട്ടില്ല. സന്ദീപ് അവിയും കൂടി പിന്നെ എന്നെ ബസ് സ്റ്റോപ്പിലാക്കി തന്നു. പിന്നെ 4:30 ട്രെയിന്. അങ്ങനെ ഞാൻ ട്രെയിൻ കയറി നേരെ വീട്ടിലോട്ട് പോന്നു.